പോറ്റിയെ കയറ്റിയ ഗാനത്തിനെതിരെ കേസെടുത്ത് പിന്നീട് യൂട്ടേൺ അടിച്ച സർക്കാർ ഒരു AI ചിത്രം പങ്കുവച്ചതിന് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതേ ചിത്രം ഷെയർ ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസില്ല. സമാനമായി ധാരാളം AI വീഡിയോകൾ CPMന്റെ തന്നെ സൈബർ അണികൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. സ്വർണ്ണക്കൊള്ള പാർട്ടിയെയും പിണറായിയെയും പരിഭ്രാന്തിയിലാക്കി. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി CPM വക്താവ് PK ഗോപൻ, കോൺഗ്രസ് വക്താവ് ദിനേശ് പെരുമണ്ണ, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി, N സുബ്രഹ്മണ്യൻ അല്പസമയം കഴിഞ്ഞ് ചർച്ചയിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ഗോപൻ, ഈ BNSലെയും കേരള പോലീസ് ആക്ടിലെയും ചില വകുപ്പുകൾ പ്രകാരമാണ് ഈ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് BNSലെ ആക്ട് പ്രകാരം കലാപാഹ്വാനമാണ്. അതായത് BNS 192. കേരള പോലീസ് ആക്ടിലെ 120O പ്രകാരം നിരന്തരം മെസ്സേജുകൾ അയച്ചോ ചിത്രങ്ങൾ പങ്കുവച്ചോ, അതായത് സൈബർ മീൻസിലൂടെ ഒരാളെ ശല്യം ചെയ്യുക, അധിക്ഷേപിക്കുക എന്നുള്ളതൊക്കെയാണ്. ഈ രണ്ട് കുറ്റം എങ്ങനെയാണ് സുബ്രഹ്മണ്യന്റെ കാര്യത്തിൽ നിലനിൽക്കുക? ഇതിൽ PK ഗോപൻ കേൾക്കാമോ? ഏതൊക്കെ വകുപ്പ് വേണമെന്നുള്ളത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പറയും. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാവോ? അതായത് ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ്. BNSലെ 192, കേരള പോലീസ് ആക്ടിലെ 120O. 192 എന്ന് പറഞ്ഞാൽ കലാപാഹ്വാനമാണ്. ഒരു AI ചിത്രം പങ്കുവച്ചാൽ അതെങ്ങനെയാണ് കലാപാഹ്വാനമാവുന്നത്? കേസിൻ്റെ വകുപ്പുകൾ തീരുമാനിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഏജൻസികളുമാണ്. അതിലേതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്നുള്ളത് വിഷയം വകുപ്പിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇനിയും ഞാൻ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞത്. ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഭീമ ജ്വല്ലറിയുടെ ജീവനക്കാരും ആളുകളും എല്ലാം നിൽക്കുന്ന വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം കൃത്യമായി പുറത്തുവിടുകയുണ്ടായി. ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടും ആ ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ കൂട്ടിച്ചേർത്തുമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചത്. അത് തുറന്നു കാട്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാനത് മാറ്റില്ല, അത് അങ്ങനെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അതൊരു നുണപ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. ആവർത്തിച്ചൊരു കാര്യം കള്ളം പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ചിത്രം എഡിറ്റ് ചെയ്തോ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ ചിത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് കുറ്റകരമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സമാനമായി ഈ AI സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട എത്രയോ ചിത്രങ്ങളുണ്ട്, രാഷ്ട്രീയമായും അല്ലാതെയും. അതിനെതിരെയൊക്കെ കേസ് വേണ്ടേ? അത് ആ കേസ് എന്താണ്? AI ഉപയോഗിച്ച് ചിത്രം എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ കേസ്? അതല്ല, നിങ്ങൾ ഈ FIR ഇട്ടതുപോലെ കലാപാഹ്വാനമാണോ കേസ്? ആ കേസ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? തെറ്റിദ്ധാരിപ്പിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു ദിവസം കേസെടുക്കാനേ സാധ്യമാവൂ. ഇനി ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു ഉദാഹരണം കാണിക്കാം. നിങ്ങളുടെ തന്നെ നേതാവ്, നിങ്ങളുടെ തന്നെ ചാനൽ ചർച്ചകളിൽ നിരന്തരം വരുന്ന ഒരു വക്താവ് കൂടിയാണ് ശ്രീ VPP മുസ്തഫ 20 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ കാണിക്കാം, അങ്ങൊന്ന് കാണണം. ഇത് ഒരു ചിത്രം തന്നെയാണ്. അതായത് സോണിയാഗാന്ധിക്കൊപ്പം ഗോവർദ്ധനും ഈ പറയുന്ന പോറ്റിയും ഒക്കെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം AI ഉപയോഗിച്ച് സോണിയാഗാന്ധി ഈ പറയുന്ന പോറ്റിയോട് സംസാരിക്കുന്ന രീതിയിലാക്കിയിരിക്കുന്നു. VPP മുസ്തഫയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? നിങ്ങളിപ്പോൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ഈ ചിത്രം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടില്ല, ഒഴിവാക്കലുകളും ഉണ്ടായിട്ടില്ല. ആ ചിത്രത്തെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേത് അതല്ല. സോണിയാഗാന്ധി ചിരിച്ചോ ഇല്ലെന്നല്ല, മറ്റേ ചിത്രം വ്യാജ വീഡിയോ ആക്കി മാറ്റിയത്. ഇതും വ്യാജ വീഡിയോ ആണ്. ഇതൊരു ചിത്രത്തെ AI ഉപയോഗിച്ച് വീഡിയോ ആക്കി. അതായത് സോണിയാഗാന്ധി വെറുതെ നിന്ന് എന്തോ വാങ്ങുന്ന ചിത്രത്തെ പോറ്റിയുമായി ചിരിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആക്കി മാറ്റി. അല്ല, ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമല്ലേ? ഒന്നിൽ പിണറായി വിജയനാണ്, മറ്റൊന്നിൽ സോണിയാഗാന്ധി മാത്രമാണോ കേരളത്തിലുള്ളത്? രാഷ്ട്രീയമായി അല്ല, അതല്ല വ്യത്യാസം. അതല്ല, നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യത്യാസമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ നടന്ന ഒരു പബ്ലിക് ഫംഗ്ഷൻ. ആ പബ്ലിക് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് തെറ്റായി പ്രചരിപ്പിച്ച കാലങ്ങളിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചില്ല. പല തെറ്റിദ്ധാരണകളും ആളുകൾ പരത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതും അതിനെ കണക്കാക്കി. പക്ഷെ വീണ്ടും അത്
ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനെടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിച്ചിട്ട് അതാണ് സത്യം എന്ന് പറയുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് യഥാർത്ഥ ദൃശ്യം പുറത്തുവിട്ടു. കേരളത്തിൽ കുറച്ച് മാധ്യമങ്ങളെങ്കിലും അത് സംപ്രേഷണം ചെയ്യുകയും അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു. പക്ഷേ അത് താൽക്കാലികമായ കാര്യമാണ്. സ്ഥിരമായി കോൺഗ്രസ്സിന് വേണ്ടുന്നത് തെറ്റിദ്ധാരണ വരുത്തലാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴത്തെ മാത്രം സംഭവമല്ല. നിങ്ങൾക്ക് പണ്ട് സ്വപ്നയുടെ പ്രശ്നം വന്നപ്പോൾ ഓർമ്മയില്ലേ? അപ്പൊ ആ തെറ്റിദ്ധാരണ പരത്തൽ ഇന്നലെയും ഇന്നുമായി നിങ്ങൾ നടത്തുന്നത്. ഇന്നലെ പി കെ ഗോവർദ്ധൻ ഇതേ ചർച്ചയിൽ എന്താണ് പറഞ്ഞത്? ഈ ഗോവർദ്ധന്റെയും പോറ്റിയുടെയും ബെല്ലാരി കണക്ഷൻ, സോണിയാഗാന്ധി ഏതോ കാലത്ത് ബെല്ലാരിയിൽ മത്സരിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോറ്റി എന്നാണ് ശബരിമലയിൽ കയറിയത് എന്ന കാലം വിട്ടുകൊണ്ട് ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്, ഇവർ ബെല്ലാരിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആ കണക്ഷൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഈ ബെല്ലാരി കണക്ഷൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന്റെ വസ്തുത എന്താണ്? അത് നിങ്ങൾ വസ്തുത അറിഞ്ഞിട്ടാണോ? അപ്പോൾ നിങ്ങൾക്ക് AI ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കാം, പ്രചരിപ്പിക്കാം, എന്തും ചെയ്യാം. മറ്റാരെങ്കിലും ചെയ്താൽ സുവമോട്ടോ കേസ്. ഇത് എവിടുത്തെ ന്യായമാണ് ശ്രീ ഗോപൻ? നിങ്ങൾ ദയവായിട്ട് ഇന്നലത്തെ ചർച്ച എന്നെ ഓർമ്മിപ്പിക്കരുത്. ആ സൈസ് ചർച്ചയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇരിക്കത്തുമില്ല. കാരണം ഇന്നലെ ചാനൽ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് 7 മിനിറ്റ് മുമ്പ് നിങ്ങൾ ക്ലോസ് ചെയ്ത് ചർച്ച. ആ റൗണ്ടിൽ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചാനലുകളും ഇത്രയും പക്ഷപാതിത്വം. മലയാള മനോരമയും അത് പക്ഷപാതിത്വമല്ല. നമ്മുടെ ചാനൽ ചർച്ചയുടെ സമയം എന്ന് പറഞ്ഞാൽ 8:55 വരെയാണ്. 8:55 വരെ എന്ന് പറഞ്ഞാൽ പരമാവധി സമയം നീട്ടി നൽകുന്നതാണ്. ആ റൗണ്ട് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് അങ്ങേക്ക് പരമാവധി സമയം നൽകിയിട്ടുണ്ട്. ഇന്നും നൽകും, ഇന്നും അങ്ങേക്ക് സംസാരിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകിയാൽ മതി. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ആ ചോദിക്കാൻ അങ്ങേക്ക് അതിന് മറുപടി പറയാൻ സൗകര്യം പറഞ്ഞാൽ മതി. ഒഴിവാക്കാൻ എനിക്ക് മറുപടി ഇല്ല, പറയാൻ പറ്റില്ല പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യമില്ല പറയാൻ, നിങ്ങളുടെ മാത്രം ചോദ്യത്തിന് ഉത്തരം പറയാൻ. നിങ്ങൾ അങ്ങനെ മിടുക്കലൊന്നും ആവണ്ട. നിങ്ങൾ ഇന്നലെ 7:53 എൻ്റെ റൗണ്ട് ചർച്ച എനിക്ക് അവിടെ ഉണ്ടായിരുന്ന 2 സഹപാനലിസ്റ്റുകളും അവർ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീട് 7 മിനിറ്റ് ഉണ്ട് ആ ചർച്ചയ്ക്ക്. 1-2 മിനിറ്റാണ് മനസ്സിലാക്കാം. നിങ്ങൾ വളരെ പർപ്പസ് ആയിട്ട് ആ ചർച്ച ക്ലോസ് 7 മിനിറ്റ് ഇല്ല. ബാക്കിയുള്ള ബ്രേക്ക് ആണ്. നമുക്ക് ആ സമയം അനുവദിക്കാൻ പറ്റുള്ളൂ. അങ്ങേക്ക് അതിനുള്ളിൽ പറയാവുന്നത് പറയാം, എത്ര വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ 2 നീതി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. അങ്ങേക്ക് വിശദീകരിക്കാമെങ്കിൽ വിശദീകരിക്കാം. ഏതിനുള്ളിൽ പറയാവുന്ന നിങ്ങളുടെ ചർച്ചയുടെ സമയം എത്രയാണെന്ന് ഡിക്ലെയർ ചെയ്യും സാർ. അത് ഡിക്ലെയർഡ് ആണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 8:53 നമ്മുടെ ചർച്ച അവസാനിപ്പിക്കും, 53 അവസാനിക്കും. ആ ഡിക്ലെയർ ആണെങ്കിൽ നിങ്ങൾ എന്തിനാ 7:53 ചർച്ച അവസാനിപ്പിച്ചത്? 8:53 ചർച്ച അങ്ങ് വെറുതെ സമയം കളയില്ല. അങ്ങ് പറയാനുള്ളത് പറയൂ. നമ്മുടെ ചർച്ചയുടെ ടൈം നമ്മൾ അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം. സോറി 7:53 അല്ല 8:53. 8:53 നിങ്ങൾ ചർച്ച അവസാനിപ്പിച്ചെന്താ? 9 മണിക്ക് അവസാനിക്കേണ്ട ചർച്ച 9 മണിക്കല്ല അവസാനിക്കാറ്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അടുത്ത റൗണ്ട് കൃത്യം 9 മണിക്കല്ല ചർച്ച അവസാനിക്കാറ്. നിങ്ങൾ ആ വിഷയം വിടൂ. ചർച്ച എത്ര സമയം ഉണ്ടെന്നുള്ള അത് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് പ്ലീസ്. അങ്ങ് ചോദ്യത്തിന് മറുപടി തരൂ. പോയിന്റിലേക്ക് വാ. ആർക്ക്? നിങ്ങൾക്കോ? അപ്പൊ നിങ്ങൾ ഈ ചർച്ചയുടെ സമയം എത്രയാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനാ? നിങ്ങൾ 1 അവർ ചർച്ചയുടെ അനൗൺസ്മെന്റ് നടത്തി 1 അവർ ഒരു ചാനലിലും ചർച്ചയില്ലെന്നേ. ഗോപൻ ഇങ്ങനെ പറയല്ലേ, ഒരു ചാനലിൽ അങ്ങനെ ചർച്ചയില്ല, അതിന് ബ്രേക്ക് സമയമുണ്ട്. നിങ്ങൾ അത്ര മിസ്ലേനിയസ് ഉള്ള കാര്യങ്ങൾ വിട്ട് പോയിന്റിലേക്ക് വാ പ്ലീസ്. എങ്ങനെ ചർച്ചയില്ല? നിങ്ങളൊന്ന് വ്യക്തമാക്കുന്നത്. ഗോപൻ ഇപ്പൊ എന്താ അറിയേണ്ടത്? ഒരു ചാനൽ ചർച്ച എത്ര സമയമാണെന്നാണ് അറിയേണ്ടത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചർച്ച കൃത്യമായ 60 മിനിറ്റ് ഉണ്ടായില്ല. അതിനിടയിൽ ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് സമയം കൂടി കുറച്ചിട്ടാണ് ഈ ചർച്ച വരുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു 4-5 മിനിറ്റ് പറയാം. ഇനി എത്ര സമയമുണ്ട് അവശേഷിക്കുന്നത് അങ്ങനെ ബോധിപ്പിച്ചോളാം. അങ്ങ് പോയിന്റിലേക്ക് വരും പ്ലീസ്. അല്ല, അത് സാറേ, അജിം സാറേ, നിങ്ങൾ LKG ക്ലാസ്സുകാരോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇടയ്ക്ക് പരസ്യം വരുമെന്നും നിങ്ങളുടെ ഇടപെടൽ വരുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് 8:53 ചർച്ച ക്ലോസ് ശരിയല്ല. പ്ലീസ് അങ്ങ് പോയിന്റിലേക്ക് വരൂ. അല്ല, നിങ്ങള് പിന്നെ ഞാനത് ഉന്നയിക്കാൻ ആഗ്രഹിച്ച ആളല്ല. നിങ്ങൾ വീണ്ടും ആ ഒരു പ്രശ്നം കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാനത് ഇന്നലത്തെ ചർച്ച നിങ്ങൾ ഓർപ്പിച്ചത് കൊണ്ടാണ് ഞാനതിൽ ഇടപെട്ട് പറഞ്ഞത്. ഞാനത് പറയായിരുന്നതല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഇപ്പോഴും നീരസം അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ ബെല്ലാരി കണക്ഷൻ, എന്തിനാ ബെല്ലാരി കണക്ഷൻ പറഞ്ഞേ? എന്താ ബെല്ലാരി? ഗോവർദ്ധൻ എവിടുത്തുകാരനാ? ഗോവർദ്ധൻ്റെ ബിസിനസ് എവിടാ? സോണിയാഗാന്ധി മത്സരിച്ചത് എവിടാ? ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ദേഷ്യം വരുന്നേ. അല്ലാതെ ദേഷ്യമൊന്നും ആർക്കും വരണ്ടേ. ഇന്നലെ നിങ്ങളുടെ ചർച്ചയ്ക്കകത്തിരുന്നുകൊണ്ട് പറയില്ല, സോണിയാഗാന്ധിക്കെതിരായിട്ട് പറഞ്ഞാൽ അത് മോഡിയെ സൂചിപ്പിക്കലാണ്. പിണറായി വിജയനെതിരായിട്ട് പറഞ്ഞാലോ? പിണറായി വിജയനെതിരായിട്ട് പറഞ്ഞാൽ ആരെ സൂചിപ്പിക്കലാ? ഇന്ത്യ രാജ്യത്ത് മോഡിയുടെ പാർട്ടി, അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാകേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചുള്ളൂ. അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസും അവരും തമ്മിലുള്ള തർക്കം പ്രത്യയശാസ്ത്രമല്ല.
കോൺഗ്രസും അവരും തമ്മിലുള്ള തർക്കം, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, കോൺഗ്രസിന് BJP അധികാരത്തിൽ ഇരിക്കണ്ട. അത് അധികാര തർക്കം മാത്രമാണ്, പ്രത്യയശാസ്ത്ര തർക്കമല്ല. BJP യെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി CPM ആണെന്ന് അവർ നാഷണൽ എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആഴ്ചതോറും ED അയക്കുക, CBI അയക്കുക. കർണാടകത്തിലെ BJP നേതൃത്വം മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കൊന്നുകൊടുത്താൽ 1 കോടി രൂപ പ്രഖ്യാപിക്കുക. അപ്പോഴേ ആ പിണറായി വിജയനെതിരായിട്ട് വർത്തമാനം പറഞ്ഞാൽ മോഡിക്ക് സൂഹിക്കത്തില്ല. സോണിയാഗാന്ധിക്കെതിരായിട്ട് ആര് വർത്തമാനം പറഞ്ഞാലും മോഡിക്ക് സൂഹിക്കും. ഈ രൂപത്തിലാണ് കോൺഗ്രസ് നേതൃത്വം, അത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ട കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന ആളും കൂടിയാണ് പറഞ്ഞേ. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് വിട്ടുകൊടുത്തിട്ട്, നിരുപാധികം വിട്ടുകൊടുത്തിട്ട്, ഇവിടെ കേരളത്തിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ തന്നെ ഇന്നലെ ആക്ഷേപം ഉന്നയിച്ച സോണിയാഗാന്ധിയുടെ പ്രശ്നത്തിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്ത് ആക്ഷേപവും നടത്താം, എന്ത് പ്രചരണവും നടത്താം. മുഖ്യമന്ത്രി മാത്രമാണോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ രാഷ്ട്രീയ നേതാവാരാ? KK ശൈല ടീച്ചർക്കെതിരായിട്ട് നടത്തിയ ആരോപണം, നിങ്ങൾ ഈ കേസെടുക്കുന്നതിൻ്റെ കഥ പറഞ്ഞല്ലോ, എത്ര കേസ് കിടപ്പുണ്ടെന്ന് നിങ്ങൾ നോക്ക്. KK ശൈല ടീച്ചറുടെ തയ്യൽ ടീച്ചറുടെ തുണ്ട് കാണണം എന്ന് പറഞ്ഞ് മെസ്സേജിട്ട KSU ജില്ലാ ഭാരവാഹികൾ, സ്വപ്ന സുരേഷിന്റെ പടമെടുത്ത് EP ജയരാജന്റെ ഭാര്യയുടെ തലയിൽ വെക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രചരണം കൊടുക്കുകയാണ്. എന്തെല്ലാം തരത്തിലാണ് ഈ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതാരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ പോലീസ്. ഉണ്ട്. ആ പ്രചരണം ആരാ നടത്തിയത്? ശൈലജ ടീച്ചർ അവരെയുമായി ബന്ധപ്പെടുത്തി കാഫിർ പ്രചരണം നടത്തിയത് ആരാ? നിങ്ങൾ എങ്ങനെ അതിനേക്ക് വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുന്നത്? അപകടകരമായ തോതിലാണ് പുതിയ കോൺഗ്രസിന്റെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ ഉപയോഗിച്ച് കേരളത്തിൽ അശ്ലീല പരാമർശങ്ങൾ വീണാർ ജോർജിന്റെ മകളെ പോലും ആക്ഷേപിച്ചുകൊണ്ട്, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളുണ്ടോ കേരളത്തിൽ, അവരെ ഏറ്റവും മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്തിരിക്കും. ഒരാൾക്കെതിരെ ഉന്നയിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചിരിക്കും. അതിന് AI ഉപയോഗിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അവിടുത്തെ പബ്ലിക് ഫംഗ്ഷനെ കേരളത്തിലെ പൊതുവെ മാധ്യമ ലോകം ആ യഥാർത്ഥ ദൃശ്യം പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് കിട്ടി. നല്ലൊരു പങ്ക് മാധ്യമങ്ങൾ, എല്ലാവരും ഇല്ല. പക്ഷെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാവുന്ന കേസേ എടുത്തുള്ളൂ. ശരി, അദ്ദേഹത്തിന് എതിരെ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത ഒരു കേസ് കൊടുത്തു. ദിനേശ് പെരുമണ്ണ, ഇവിടെ ഗോപൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു വശത്ത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ സൈദ്ധാന്തികമായും പ്രത്യയശാസ്ത്രപരമായും എതിർക്കുന്നു RSSും BJPയും. അപ്പോൾ അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJP ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധാരണജനകമായ AI ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. മറുവശത്ത് ഞാൻ തന്നെ ഒരു ചോദിച്ചു, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കാര്യം ചോദിച്ചപ്പോൾ കോൺഗ്രസും BJPയും പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ അധികാര തർക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ക്രൈമും വ്യത്യസ്തമാവുന്നത് അതുകൊണ്ടാണ്. എന്താണ് മറുപടി? ഇവിടെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിലിട്ട ആ പോസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം? ചിത്രം FBയിൽ നിന്ന് എടുത്തതാണ്. ഈ ചിത്രം മറ്റൊരു FB പോസ്റ്റിൽ നിന്ന് എടുത്തതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇനി ആ ചിത്രം, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കുന്ന ആ ചിത്രം ഇവർ പറയുന്ന AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ആർക്കാ പരാതിയുള്ളത്? ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് പോലീസ്? സുമോട്ടോ പ്രകാരം കേസെടുത്തു. ഇന്നലെ N സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് വിളിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾക്കെതിരെ കേസുണ്ട്, പോലീസിൽ ഹാജരാകണം. N സുബ്രഹ്മണ്യൻ ഇന്ന് ഹാജരാവാമെന്ന് പറഞ്ഞതാണ്. ഇന്ന് പുലർച്ചെ 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം, അതിനു മുൻപ് KPCCയുടെ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ കോഴിക്കോട്ടെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് നേതാവ്, 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച
ആ പ്രമുഖ നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു ഈ പോലീസ്. എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇത് മറ്റൊരു FBയിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കലാപ ആഹ്വാനം നടത്തുന്നതിന് വേണ്ടി, കലാപം ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ലക്ഷ്യം വെച്ച് ഇറക്കിയ ഒരു FB പോസ്റ്റാണ് ഇന്ന്. ഇപ്പോൾ ഈ പോസ്റ്റ് വന്നിട്ട് ഏകദേശം അത് 36 മണിക്കൂർ 40 മണിക്കൂർ പിന്നിടുകയാണ്, 2 ദിവസം പിന്നിടുകയാണ്. എവിടെയാണ് ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു കലാപമുണ്ടായത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കമുണ്ടായത്, ഒരു വാഗ്വാദമുണ്ടായിട്ടുള്ളത്? ആരെയാണ് ഇത് വിരളി പിടിപ്പിക്കുന്നത്? എൻ്റെ നിങ്ങൾ ഇവിടെ PK ഗോവിനോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ കയ്യിലുണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം അടുത്തു നിൽക്കുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തിൽ നിന്ന് ആംബുലൻസിൻ്റെ താക്കോൽ വാങ്ങുന്നതും അത് കൊടുക്കുന്നതും ഒക്കെയുള്ള ചടങ്ങിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. എന്തേ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കാത്തത്? എന്തേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ നിങ്ങൾ കേസെടുക്കാത്തത്? എൻ സുബ്രഹ്മണ്യൻ്റെ വീട് ഇന്ന് പുലർച്ചെ വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നടപടി ഏകാധിപതിയായ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത സാഹചര്യം എന്താ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ സോണിയാഗാന്ധിയെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിയായ ദിനേശ്, അവിടെ ഈ ഗോപൻ ഇന്നലെ ഇന്നുമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ്? അതൊരു പബ്ലിക് ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ പോറ്റിയെത്തി എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചത് ദിവസങ്ങളായി. ഒരാൾ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. സോണിയാഗാന്ധിയുടെ അടുത്തും അതുപോലെയുള്ള ജനനേതാക്കളുടെ അടുത്തുമൊക്കെ പാർലമെന്റ് ഹാളിലും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കാനും അടുത്ത് നിൽക്കാനും കാണുവാനും. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. OK വാസു സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. പത്മകുമാർ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഭാഗമാണ്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലും കട്ടിൽപ്പാളികളിലും അതുപോലെ തന്നെ താങ്ങുപീഠത്തിലും 1998 വിജയ് മല്യ നൽകി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ 30 കിലോ തങ്കക്കട്ടി 24 ക്യാരറ്റ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ആ സ്വർണം അവിടെ പതിച്ചത്, ആ പതിച്ച സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലുള്ളത് സ്വർണ്ണപ്പാളികൾ എന്നുള്ളതായിരുന്നു. ആ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് തിരുത്തി ചെമ്പുപാളികളാക്കി അവിടെ നിന്ന് അത് എടുത്തുകൊണ്ടുപോയി അത് ഈ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുവാനും വിൽക്കുവാനും ഒക്കെ ശ്രമിച്ചു. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ജയറാമിൻ്റെ വീട്ടിൽ പോയില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്മുടെ പ്രിയപ്പെട്ട നടൻ? കാരണം ജയറാമിന് അറിയില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ കള്ളവ് ചെയ്യുന്ന അല്ലെ കൊള്ളയുടെ ഭാഗമാണ് എന്ന്. ഇവിടെ കൊള്ളസംഘം, ആ കൊള്ളസംഘത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന 2 പേർക്കും അറിയാലോ, CPM-ന്റെ നേതാക്കന്മാർക്ക്. അവർ ഓട് പൊളിച്ച് കയറി വന്നതാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻമാരായി? കോൺഗ്രസിൻ്റെ നേതാവ്, മലബാറിൽ ആദ്യം മിൽമ പ്രസ്ഥാനമുണ്ടാക്കിയ ഏറ്റവും സഹൃദയനായ രാഷ്ട്രീയ നേതാവ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ 2016 പിണറായി വിജയൻ്റെ 1ാമത് ഗവൺമെൻറ് അധികാരത്തിൽ വരിക. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രയാർ ഗോപാലകൃഷ്ണനെ പിരിച്ചുവിട്ട് നിയമിച്ചതാണ്. വാസുവിനെയും അതിനുശേഷം പത്മകുമാറിനെയും പിന്നീട് പ്രശാന്തനെയും. അതിനുശേഷമാണ് 2019 ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റുള്ളവരും അറിയെക്കൊണ്ട് തന്നെയാണ്. അതിൻ്റെ അന്വേഷണം പിണറായി വിജയൻ്റെ പോലീസ്, പിണറായി വിജയൻ്റെ മന്ത്രിസഭ ഉത്തരവിട്ട് നടക്കുന്നതല്ല, മറിച്ച് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഹൈക്കോടതിയുടെ ചുമതലയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT സംഘമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സോണിയാഗാന്ധിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ശബരിമലയിലെ പരികർമ്മിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ
ശബരിമലയിലെ വിശ്വാസികൾക്ക് ഓക്കെ ദിനേശ്, ഇതറിയില്ലല്ലോ. ആ ചോദ്യം ഈ ദിനേശ് പെരുമണ്ണയ്ക്കും എൻ സുബ്രഹ്മണ്യനും ഉന്നയിക്കാം. അത് നിങ്ങൾക്ക് ചോദിക്കാം, രാഷ്ട്രീയമായി ചോദിക്കാം. അതിന് പകരം ഒരു ചിത്രം കാണിച്ച് പിണറായി വിജയനിലേക്ക് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ചും സോണിയാഗാന്ധി വെച്ച് ചെയ്യും. അല്ല, സോണിയാഗാന്ധിയുടേത് വന്നപ്പോഴാണ് എൻ സുബ്രഹ്മണ്യൻ ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. സോണിയാഗാന്ധിക്കെതിരെ ഇത് തിരിച്ചുവിടാനുള്ള ശ്രമം, സോണിയാഗാന്ധിയെ കണ്ടതാണ് വലിയ പാതകം. അതിലേക്കാണ്, ബെല്ലാരിയിലേക്കാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഏത് VPP മുസ്തഫ അദ്ദേഹം ഇറക്കിയിട്ടുള്ള അത് അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോണിയാഗാന്ധിയുടെയൊക്കെ ആ മുഖവും തലയും ഒക്കെ തിരിക്കുന്നത് ഏത് രീതിയിലാണ് സൃഷ്ടിച്ചത്? VPP മുസ്തഫ 20 മണിക്കൂർ മുൻപ് പോസ്റ്റ് ചെയ്ത ആ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയെ പോലും മോശമായി ചിത്രീകരിക്കുന്ന AI ടൂൾ ഉപയോഗിച്ചതാരാ? നിങ്ങളുടെ വക്താവ്, CPM-ന്റെ നേതാവ് VPP മുസ്തഫയാണ്. എന്നിട്ട് അതിനെ ഇരുന്ന് ന്യായീകരിക്കുക. ഇവിടെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ KC വേണുഗോപാൽ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവിനെ, ഇവരെയൊക്കെ മോശപ്പെടുത്തുന്ന രീതിയിൽ വയനാടിന്റെ ആ സാഹചര്യം വെച്ചുകൊണ്ട് AI ടൂൾ ഉണ്ടാക്കി ഇവർ നൃത്തം കളിക്കുന്ന AI ടൂളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നില്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ ഇടുന്നു. ഇവിടെ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിരിക്കുന്നു. എൻ സുബ്രഹ്മണ്യനെ വെറുതെ വിട്ടതൊന്നുമല്ല. ഇന്ന് രാവിലെ മുതൽ എൻ സുബ്രഹ്മണ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു എന്ന കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് ചെല്ലുകയും പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രതിഷേധം കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കപ്പെടും എന്ന് വന്നപ്പോഴാണ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടിട്ടുള്ളത്. ഇപ്പൊ പറയുന്നത് ജാമ്യം കൊടുത്തിരിക്കുന്നു. അല്ലാതെ എന്ത് വകുപ്പാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത്? ഇങ്ങനെ ഈ ജാമ്യം കൊടുക്കാവുന്ന ഒരു വകുപ്പുള്ള ഈ ഒരു ദുർബലമായ വകുപ്പ് വെച്ച ഒരു മനുഷ്യനെ, ഒരു ജനകീയ നേതാവിനെ ഇങ്ങനെ പുലർച്ചയ്ക്കാണോ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്? വീട് വളഞ്ഞ് ഞങ്ങൾ ചോദിക്കുന്നു. ഇത് കേരളമല്ലേ? ഈ പോലീസ് അപമാനമാണ്. ഈ പോലീസ് ഇവിടെ കേസെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പല കേസുകളും കോൺഗ്രസിന്റെ MLA മാർക്കെതിരെ എടുത്തിട്ടുണ്ട്. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ശക്തമായ നടപടിയെടുത്ത് ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. പ്രസിഡന്റിന് പരാതി കിട്ടിയ ഉടനെ DGP-ക്ക് കൈമാറിയ പാർട്ടിയാ കോൺഗ്രസ്. എന്നാൽ ഇവര് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ, ചിത്രം പങ്കുവെക്കുന്ന ഒഫൻസ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ എത്രയോ ചിത്രങ്ങൾ AIയും അല്ലാതെയും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വിഷമമിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും കേസെടുക്കാത്ത പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് എൻ സുബ്രഹ്മണ്യനെതിരെ. യഥാർത്ഥത്തിൽ ഭരണകൂടം പരിഭ്രാന്തിയിലായതിന്റെ ലക്ഷണമാണോ ഇത്? അജിംസ്, ഇത്തരം കേസുകൾ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 2012 തൊട്ടുണ്ട്. മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു, ഉത്തർപ്രദേശിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിപ്പോൾ യോഗി ആദിത്യനാഥ്, മമതാ ബാനർജി, ജയലളിത, ഇവരൊക്കെ ഇത്തരം കേസുകൾ, ധാരാളം കേസുകൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം, പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഇതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആവണമെങ്കിൽ അതൊന്നുകിൽ ഹിംസയ്ക്ക് ആഹ്വാനം കൊടുക്കണം, അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് മാനഹാനി ഉണ്ടാക്കുന്നത് ഡിഫമേഷൻ ആവണം, അല്ലെങ്കിൽ അതിൽ ക്രൈം നിൽക്കുകയില്ല എന്നൊരു അടിസ്ഥാന നിലപാട് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോൾ ഇത്ര വലിയ കുറ്റാരോപിതനായ ഒരു ക്രിമിനൽ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയുമായിട്ട് സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധം? ഇത്രയും ഉന്നതയായ ഒരു നേതാവിൻ്റെ അടുത്ത്
എത്താനും ഒക്കെ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം കോൺഗ്രസ് വിശദീകരിക്കണം. അതറിയാൻ നമുക്ക് അവകാശമുണ്ട്. അത് പറയുമ്പോൾ അത് മോദിക്ക് സന്തോഷമാവാൻ വേണ്ടി പറയാണ് എന്നത് മറുപടിയല്ല. അത് ആര് പറഞ്ഞാലും മറുപടിയല്ല. ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് ഇത്ര അടുത്ത് പെരുമാറാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമുണ്ടായത് എന്ന കാര്യം CPM-ഉം വിശദീകരിക്കണം. പിന്നെ ഈ ശ്രീ കോൺഗ്രസ് നേതാവ് ശ്രീ N. സുബ്രഹ്മണ്യൻ്റെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അതിൽ AI ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. അല്ലാത്ത പോസ്റ്റാണ്, അല്ലാത്ത ഫോട്ടോ ആണ് നിലനിർത്തിയത്. അത് 25 മിനിറ്റുള്ള ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് അവകാശമുണ്ട് ഇതെന്താണെന്ന് അറിയണം. കാരണം ആരുമല്ലാത്ത രാഷ്ട്രീയത്തിലോ സാമൂഹ്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ ആരുമല്ലാത്ത ഒരു സാധാരണക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ കൊള്ളക്കേസിൽ അദ്ദേഹം പ്രതിയാണെന്നുള്ളത് മാത്രമാണ്. അങ്ങനത്തെ ഒരാൾ ഇത്ര ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ എത്തിപ്പെടുന്നു? ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം അവരിവിടെ പ്രതിപക്ഷ നേതാവായി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉന്നത നേതൃസ്ഥാനത്തൊക്കെ ഇരുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇവർക്കൊന്നും സാധിക്കാൻ പാടില്ല. അപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ മലയാളിയെ അവിടെ ഡൽഹിയിൽ അവരുടെ വീട്ടിലെത്തിച്ചത്? അതിന് മറുപടി വരേണ്ടത് അടൂർ പ്രകാശ് ആണെങ്കിൽ അദ്ദേഹം മറുപടി വരണം. ഇപ്പോൾ KC വേണുഗോപാലാണ്, അദ്ദേഹം മറുപടി വരണം. മറ്റേ അത് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം, ഈ N. സുബ്രഹ്മണ്യൻ്റെ പോസ്റ്റ് ഏത് തരത്തിലാണ് ഹിംസയ്ക്ക് പ്രേരകമായത്, അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു വ്യക്തിക്ക് മാനഹാനി ഉണ്ടാക്കുന്നത് തീരെ വ്യക്തമല്ല. അത് അവർ വിശദീകരിച്ചാൽ അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായത് വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. കാരണം കലാപാഹ്വാനം എന്നൊരു കേസ് നിൽക്കാനുള്ള സാധ്യത എനിക്ക് നിയമം അറിയുന്ന ആളല്ല ഞാൻ, നമ്മുടെ സാമാന്യ ബുദ്ധി കോമൺ സെൻസ് വെച്ച് പറയാണ്, അതിലൊരു കലാപാഹ്വാനവും ഉള്ളതായിട്ട് ആർക്കും മനസ്സിലാവുകയില്ല. പിന്നെ ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവുന്ന ഉത്തരവാദപ്പെട്ടൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ ഏതോ ഒരു സമാനമായ കലാപാഹ്വാന കേസുകൾ ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ എടുത്തിട്ടുള്ളത് വെച്ചുള്ള അന്നത്തെ ന്യായീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ വിശദീകരണം എങ്ങനെയാണ്? മുഖ്യമന്ത്രി വളരെ ആദരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ഫാഷിസത്തിനെതിരെ പോരാടുന്ന ആളാണ്, BJPയുടെ നോട്ടപ്പുള്ളിയാണ്. അങ്ങനെയുള്ള ഒരാളെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിച്ച് തെറ്റിദ്ധാരണജനകമായ ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്ന വഴി CPM അണികളുടെ വികാരമിളകുകയും പിണറായി വിജയനോടുള്ള അദമ്യമായ ഭക്തിയും സ്നേഹവും മൂലം വികാരമിളകുകയും അവരെന്തെങ്കിലും അക്രമം പൊട്ടിപ്പുറപ്പെടുത്താൽ അങ്ങനെ സംഭവിക്കുന്നതിന് ഉത്തരവാദിത്തം ഈ ചിത്രത്തിനുണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാതിന്. അല്ല, അങ്ങനെ വ്യാഖ്യാനം ഉണ്ടാകുന്നത് കാരണം മഹാരാഷ്ട്രയിലൊക്കെ ഇത്തരം കേസുകൾ എടുത്ത് രാജ്യദ്രോഹത്തിനാണ്, സെഡീഷൻ എന്നാണ് ആ വകുപ്പാണ്. അതുപോലെ സാമുദായികമായ വെറുപ്പുണ്ടാക്കാൻ, കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു കേസെടുത്ത് അത് പല കേസും നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് വലിയ തമാശയാണ്. എന്താണെന്ന് വെച്ചാൽ വിമാനത്തിൽ ചെറുപ്പക്കാർ പ്രതിഷേധിച്ചപ്പോൾ അത് വധശ്രമത്തിനാണ് കേസെടുത്തത്. അപ്പം അങ്ങനെ അതിശയോക്തി ഉപയോഗിച്ചിട്ട് ഈ തരത്തിൽ ഇപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നതാണല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇവിടെ ഏതെല്ലാം പാർട്ടിക്കാർ എന്തെല്ലാം ഇടുന്നു. എനിക്കിതിലൊരു പ്രധാന കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിലല്ല, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ വാട്സപ്പിലോ യൂട്യൂബിലോ പെരുമാറാൻ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആ അക്കൗണ്ട് ആര് എങ്ങനെ ഉണ്ടാക്കി എന്നൊരു കണക്ക് വേണം. കാരണം നമ്മുടെ വോട്ടേഴ്സ് ID-യോടോ ആധാർ കാർഡിനോടോ ഫോൺ നമ്പറോടോ ബന്ധിപ്പിച്ചാൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചാലാണ് ഫേക്ക് ID-യിൽ നിന്ന്, വ്യാജ പ്രൊഫൈലിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ വ്യാജ പ്രൊഫൈലില്ല. അങ്ങനെ എത്രയെങ്കിലും വീഡിയോസ്, എത്രയെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, എത്രയെങ്കിലും പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ സ്ഥിരം കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അതിശയോക്തി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മുന്നണിക്കാരും, ഞാനത് ആവർത്തിക്കുകയാണ്, സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്ന് കോൺഗ്രസും ഈ പിണറായി വിജയൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് എങ്ങനെ എത്തി എന്ന് CPM-ഉം വിശദീകരിക്കണം. ഈ കേസെടുക്കല്ല അതിന് വേണ്ടത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവരുടെ താങ്കളൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അത് AI ആണോ ഒറിജിനലാണോ ഉള്ളതാണോ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ടേ പങ്കുവെക്കാൻ? അതല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത്? കേൾക്കുന്നില്ല.
ശ്രീ സുബ്രഹ്മണ്യൻ കേൾക്കാമോ? ഹലോ, ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാവോ? അതായത് ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അത് ഒറിജിനൽ ആണോ, AI ആണോ, ഫേക്ക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ പങ്കുവെക്കാം? താങ്കൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവല്ലേ? ഞാനത് ഈ ചിത്രം പങ്കുവെക്കുമ്പോൾ ഇത് AI നിർമ്മിതിയാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഞാനത് പങ്കുവെക്കുമ്പോൾ ഗൂഗിൾ ഇത് പരിശോധിക്കാനുള്ള ഒരു മാർഗമുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അത് പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ടാണിത്. ഗൂഗിളിൽ ഈ ചിത്രം കൊടുത്തതിന് ശേഷം ഇത് AI നിർമ്മിതിയാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. രണ്ടാമത് ചാറ്റ് GPTയിൽ ഇതേ സാധനം വീണ്ടും പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. അത് രണ്ടും കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പടം അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊന്നും വ്യാജ നിർമ്മിതിയല്ല എന്നാണ് എനിക്ക് കിട്ടിയ, ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്റെ കയ്യിലുണ്ട്, എന്റെ ഫോണിലുണ്ട്. പിന്നെ ഞാനെന്തിനാ അത് അസ്വസ്ഥപ്പെടണം? ഞാൻ എവിടെ ഉണ്ടാക്കിയ ചിത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ചിത്രമാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ ഫുൾ ടെസ്റ്റ് വിടട്ടെ. മുഖ്യമന്ത്രി എഡിറ്റ് ചെയ്തൊരു വീഡിയോ അല്ലേ പുറത്തുവിട്ടത്? ആ ചടങ്ങിന്റെ മുഴുവൻ വീഡിയോയും പുറത്തുവിട്ടാൽ ഇപ്പൊ പുറത്തു വന്ന ഇതിനേക്കാൾ ഗുരുതരമായ ചിത്രങ്ങൾ അതിനകത്തുണ്ട്. അത് വിടട്ടെ, മുഖ്യമന്ത്രി വിടുക. എന്താണ് സുബ്രഹ്മണ്യൻ ഉദ്ദേശിക്കുന്ന ഗുരുതരമായ ഓഫീസ് വിടുക? സുബ്രഹ്മണ്യൻ, എന്താണ് ഈ ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോ എഡിറ്റഡ് വീഡിയോ ആണ്. ഗുരുതരമായ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോ ആ ചടങ്ങിന്റെ ഫുൾ വീഡിയോ അല്ല, എഡിറ്റഡ് വീഡിയോ ആണ്. അത് ഫുള്ളായിട്ട് വിടട്ടെ, അപ്പൊ കാണാം. ആ മൊത്തം ആദ്യം മുതലുള്ള മുഖ്യമന്ത്രി വരുമ്പോഴും പോകുമ്പോഴും മുതലുള്ള മുഴുവൻ വീഡിയോയും മീഡിയക്ക് പുറത്തു വിടട്ടെ. അതായത് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണോ നിങ്ങൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത്? ഉണ്ടല്ലോ, ഉണ്ടാവണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പേരിൽ നടപടിയെടുക്കാത്തത്? കടകംപള്ളി സുരേന്ദ്രന്റെ അതല്ല, മുഖ്യമന്ത്രിയോടൊപ്പം ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി വ്യക്തിബന്ധമുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ സോണിയാഗാന്ധിയുമായും വ്യക്തിബന്ധമുണ്ട് എന്ന് CPM-നും ആരോപിക്കാമല്ലോ. പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി ബന്ധമുണ്ട് എന്ന് CPM-നും ആരോപിക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ഭീമ ജ്വല്ലറി കൊടുത്ത ഒരു വാഹനം പുറത്തിറക്കാൻ എന്തിനാണ് പോറ്റിയുടെ സാന്നിധ്യം അവിടെ? എന്തിനാണ് പോറ്റി അവിടുത്തെ DGP-നെ ഷാളണിയിക്കുന്ന പടം പുറത്തു വന്നില്ലേ? ഈ പോറ്റിയല്ലേ ഇതിന്റെ മുഴുവൻ ഇടനിരയിൽ നിന്നത്? പോറ്റിയല്ലേ ഇത് ഓർഗനൈസ് ചെയ്തത്? പോറ്റി കൂടിയല്ലേ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഈ താക്കോൽ കൊടുത്തത്? നമ്മളത് കണ്ടതല്ലേ. ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുക്കാൻ പറ്റുമോ? ഈ വാഹനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് പോറ്റി കൂടിയാണ്. അതിന്റെ വിഷ്വൽസ് ഇല്ലേ? അടുത്ത ബന്ധമില്ലെങ്കിൽ അങ്ങനെ നടക്കുമോ? കേരളത്തിലെ പോലീസിന്റെ സംസ്ഥാന മേധാവിക്ക് ഷാളിടുന്നത് പോറ്റിയല്ലേ? പോറ്റിക്ക് അവിടെ എന്താ റോള്? ഭീമ ജ്വല്ലറിയിൽ ആരാണ് പോറ്റി? ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് പോറ്റിയാണ്. ആ പോറ്റിയുടെ അടുപ്പം കൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആരാത് ഓർഗനൈസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്ന രണ്ടാളെ പേരിൽ നടപടിയെടുക്കാത്തത്? ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളതുകൊണ്ടല്ലേ. മുഖ്യമന്ത്രിയുടെ ഒരു പടം പങ്കുവെച്ചാൽ അത് കലാപാഹ്വാനമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന കേരളത്തിലെ പോലീസ് എനിക്കെതിരെ കേസെടുത്തത് AI നിർമ്മിച്ച പടം. ഈ ആംബുലൻസ് കൈമാറ്റ ചടങ്ങ് നടന്നത് റവാഡ ചന്ദ്രശേഖർ DGP ആയതിനു ശേഷമാണ്. അതായത് ഈ വർഷം തന്നെയാണ്. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള കേസുകൾ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴായിരിക്കാം, അതിൽ അന്വേഷണത്തിൽ ഉത്തരവിടുന്നതിന് മുമ്പായിരിക്കില്ല, ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം സംഭവം നടന്നിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാമോ എന്നാണെന്ന്? അല്ല, ഡേറ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് എന്റെ കയ്യിൽ അതിന്റെ ഡേറ്റ് ഉണ്ട്, ഞാൻ പറയാം. ഒക്ടോബർ 3-ാം തീയതിയാണ്. അതായത് സുപ്രീം കോടതി ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുമ്പോഴാണത്. അതെ, ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇതാണ്, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയ അന്ന് ഇത് പബ്ലിഷ് ചെയ്തൊരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റിൽ ഫോട്ടോകളാണ്. അതിന് മൊത്തം വീഡിയോ കിട്ടിയാൽ
ആ ചടങ്ങിന്റെ മൊത്തം വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കയ്യിലുണ്ട്. അവരെന്താ പുറത്തുവിടാത്തത്? മൊത്തം വീഡിയോ പുറത്തുവിടട്ടെ. മൊത്തം വീഡിയോ പുറത്തുവിട്ടാൽ മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ സൗഹൃദമുണ്ടെന്നും അടുപ്പമുണ്ടെന്നും ബോധ്യപ്പെടുന്ന വിഷ്വൽസ് അതിനകത്തുണ്ട്. അത് പുറത്തുവിടട്ടെ. അതെന്താ പുറത്തുവിടാത്തത്? ശരി, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് എൻ സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്നത്. അതായത് പുറത്തുവിട്ടത്. ഒക്ടോബർ 3-നാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് ശേഷമാണ് സുബ്രഹ്മണ്യം പോറ്റി ഈ ആംബുലൻസ് കൈമാറിയതെന്ന് വരും. അതിന്റെ വസ്തുത കൂടി ഏതായാലും അറിയേണ്ടത്. ശ്രീ പി കെ ഗോപൻ, ഇവിടെ എൻ സുബ്രഹ്മണ്യൻ ആരോപിക്കുന്ന ഒരു കാര്യം, ഇത് ഒക്ടോബർ 3-നാണ് ഈ ആംബുലൻസ് കൈമാറ്റം നടന്നതും ഈ ചിത്രം എടുത്തതും എന്നൊക്കെയാണ്. അത് ശരിയാണെങ്കിൽ ഏതാണ്ട് ആ സമയത്ത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒക്ടോബർ 7-നോ മറ്റോ ആണ്. പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാരിനോട് വിശദാംശങ്ങൾ ചോദിക്കുന്നതും ദേവസ്വം ബോർഡ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ സെപ്റ്റംബർ മാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഒരു കുറ്റവാളി, ആ കുറ്റവാളിക്കെതിരെ കോടതി നടപടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കുമ്പോൾ പോലും ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പ്രോക്സിമിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയതിലും വലിയ പ്രശ്നമാണത്. ഗോപൻ, ഒന്നുമില്ല അജിംസെ, നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും അതിനടുത്ത് എത്തത്തില്ല. നിങ്ങൾ നേരത്തെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, പിന്നെ കലാപാഹ്വാനം കാരശ്ശേരി മാഷി ചോദിച്ചപ്പോൾ അത് CPM-കാർക്ക് പിണറായി വിജയനുള്ള ഭക്തി മൂത്ത് കലാപത്തിന് ഇറങ്ങിയാലോ എന്ന് കരുതിയിട്ടാണെന്നുള്ള യുക്തിപരമായ ചോദ്യമൊക്കെ അങ്ങ് വളരെ ഫലപ്രദമായിട്ട് ചോദിക്കുന്നത് കേട്ടു. ഇത്രയും പിന്നെ പരിതാപകരമായ അവസ്ഥയിലേക്ക് അജിംസ് എത്താൻ പാടില്ലെന്ന് മാത്രമേ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത് ആ കലാപാഹ്വാനത്തിന്റെ റീസൺ നിങ്ങൾ ഡേറ്റിന്റെ കളി നിങ്ങളുടെ പോലീസാണ് സുവമോട്ടോ കേസെടുത്ത്. ശ്രീ പി കെ ഗോപൻ, ആരും പരാതി കൊടുത്തിട്ടില്ല. സുവമോട്ടോ കേസ് എന്ന് പറഞ്ഞാൽ പോലീസിന് ഉണ്ടിറങ്ങിയിരിക്കുമ്പോൾ തോന്നുന്ന ഒരു കേസല്ല. അതിന് കൃത്യമായ ഭരണകൂടത്തിന്റെ ഡയറക്ഷൻ ഉണ്ട് കേസെടുക്കാൻ. നിങ്ങൾ പറയണം അതിന്റെ റീസണിങ് എന്താണെന്നുള്ളത്. വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്ത പുലർച്ചക്ക് ഈ ഇരിക്കുന്ന നേതാവിനെ. ശരി, ദിനേശ് അദ്ദേഹം പറയട്ടെ. ഞാനാണ് ചോദിച്ചത് ഗോപൻ. അതിന്റെ അങ്ങനെയാണെങ്കിൽ കലാപാഹ്വാനത്തിന്റെ റീസൺ അങ്ങ് പറയണം. ഞാൻ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് റീസൺ കിട്ടാത്തതുകൊണ്ടാണ്. അത് എന്റെ യുക്തിയിൽ ഞാൻ പറഞ്ഞു നോക്കിയത്. ചോദിച്ചാൽ പോരെ അജിംസെ? ഒരു സെന്റൻസ് പൂർത്തിയാക്കിയിട്ട് അജിംസിന്റെ അടുത്ത ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ പോരായോ? ഓക്കെ, പറയൂ. ഇവിടെ ഇരിക്കുന്ന മറ്റ് 3 പാനലിസ്റ്റുകൾക്കും ഇല്ലാത്ത ജനാധിപത്യ വിരുദ്ധം എന്നോട് സ്വീകരിക്കുന്നതിന്റെ യുക്തി എന്താ? നിങ്ങൾക്ക് ഈ 3 പാനലിസ്റ്റുകളുടെ ഇല്ലാത്തൊരു വൈരാഗ്യം എന്നോട് തോന്നേണ്ട കാര്യം അത് വൈരാഗ്യത്തിന്റെ ഗോപൻ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവത്തില്ലേ? പ്രതിപക്ഷത്തെ അല്ല നമ്മൾ സർക്കാരിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് സർക്കാരിനോടാണ്. കേസെടുത്ത പോലീസിനോട് ചോദിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക. അല്ല, അങ്ങേക്ക് ചോദ്യം മാത്രമല്ലേ ഉള്ളൂ, ഉത്തരം വേണ്ടല്ലോ. അങ്ങ് പറയൂ, ഉത്തരം വേണ്ടല്ലോ. ഉത്തരം വേണമെങ്കിൽ ഉത്തരം പറയാൻ സമയം തരണ്ടേ? ഇവിടെ അങ്ങ് മാത്രമല്ലല്ലോ ചോദിച്ചേ, 3 പാനലിസ്റ്റുകളുണ്ടല്ലോ. അതിൽ വളരെ അഭിവന്ദ്യനായ, വ്യക്തിപരമായി ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, നല്ലതുപോലെ തൻ്റെ ആശയങ്ങൾ കൃതികളിലൂടെ പ്രചരിപ്പിക്കുകയും പ്രഭാഷണത്തിലൂടെ അത് മനുഷ്യരുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കാരശ്ശേരി മാഷ് ഇവിടെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളത് ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരശ്ശേരി മാഷ് ഇവിടെ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് മറുപടി കിട്ടില്ല. ഇത് ഈ രൂപത്തിലല്ലെങ്കിലും ശ്രീ അജിംസ് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിനോട് ആ ചോദ്യം ചോദിച്ചു, ശ്രീ ദിനേശിനോട് ചോദിച്ചു. അദ്ദേഹം അജിംസ് ചോദിക്കുന്നത് തന്നെ എങ്ങനെയാണ്? സോണിയാഗാന്ധിയുടെ പ്രശ്നത്തിൽ നിങ്ങൾ മറുപടി പറയുന്നതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം സോണിയാഗാന്ധിയെ പിടിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ നിന്ന് വഴുതിപ്പോയി കേസിൻ്റെ നാൾവഴികൾ വിശദീകരിക്കാനാണ് പരിശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കാരശ്ശേരി മാഷ് വളരെ കൃത്യമായി കോൺഗ്രസ്സിന് എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരണമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അതിനെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള പ്രശ്നത്തോട് സാമ്യപ്പെടുത്താൻ പരിശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്കതിന് പ്രതികരിക്കേണ്ടി വരുന്നത്. അതും ശ്രീ ബാലസുബ്രഹ്മണ്യവും അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ചടങ്ങുമായിട്ട് എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോലെടുത്ത് കൊടുത്തു. ഇതൊക്കെയാണല്ലോ പറയുന്നത്. ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാ? ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ഭീമ ജ്വല്ലേഴ്സ്. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് അവർ ആംബുലൻസ് വാങ്ങിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുന്ന ആരായിരിക്കും സാർ? ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയുണ്ട്. കേരളത്തിലെ മേളപ്രമാണിമാരിൽ രണ്ടാമതൊരു തർക്കമില്ലാത്ത ഒരു പേരാണ്, ഏറ്റവും പ്രമുഖനാരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഈ ആംബുലൻസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്.
അപ്പോൾ അദ്ദേഹത്തിന് ശബരിമല വെച്ചുകൊണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ഒന്നുകിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, അല്ലെങ്കിൽ ഭീമ ജുവലേഴ്സ്. ഇതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൽ വല്ല കാര്യമുണ്ടോ? ഇനി ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം. ഞാൻ തൊട്ട് മുമ്പ് വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. എന്നെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു. നാട മുറിക്കാനായിട്ട് ചെല്ലുമ്പോൾ കത്രി എടുത്തുകൊണ്ട് തരുന്ന ആരാന്ന് ഞാൻ ചോദിക്കുമോ സാർ? അവിടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും ആകാം. അത് എല്ലാവർക്കും ബാധകം. എനിക്ക് മാത്രമല്ല, എല്ലാ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് സെലിബ്രിറ്റികൾക്ക് ബാധകമാണ്. രാഷ്ട്രീയക്കാരെ പോലുള്ള നല്ല ജനപ്രതിനിധികളെ പോലുണ്ടായിരുന്ന നമുക്കും ബാധകമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ പത്രക്കാരുടെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, പബ്ലിക്കിൻ്റെ സാന്നിധ്യത്തിൽ ആംബുലൻസ് കൈമാറ്റമാണ്. ആ കൈമാറ്റത്തിന് താക്കോൽ അദ്ദേഹത്തിലോട്ട് കൊടുക്കുന്ന ഒരു വനിതയാണ്. അത് ഭീമ ജുവലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, പലരും ഇപ്പോൾ ഉണ്ട്. ഇവരെയൊക്കെ സാധാരണ ഇതിൽ ഒരു മുഖ്യമന്ത്രി അന്വേഷിക്കും ആരൊക്കെയാണ്. അന്വേഷിക്കേണ്ട ആവശ്യകതയുണ്ടോ? 10, 25, 50 പേര് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരെയും പോയി കണ്ടിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമോ? യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഭവത്തിൽ കാരശ്ശേരി മാഷ് ഇത് പറഞ്ഞതുകൊണ്ടാണ്. മറ്റേത് രാഷ്ട്രീയ ആരോപണമാണ്. കാരശ്ശേരി മാഷെ പോലെ ഒരാൾ കേവലം രാഷ്ട്രീയ ആരോപണം പറയുന്ന ആളല്ല. അദ്ദേഹത്തിന് കൃത്യമായി പൊളിറ്റിക്സ് ഉണ്ട്, പാർട്ടി പൊളിറ്റിക്സും ഉണ്ട്. പക്ഷേ എന്തെങ്കിലും പറയുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധമില്ല സാർ. ബന്ധം ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. മറ്റൊരു ചടങ്ങാണത്. ആ ചടങ്ങിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് ശ്രീമതി സോണിയാഗാന്ധി നേരത്തെ ശ്രീ ദിനേശ് പറഞ്ഞതുപോലെ പാർലമെന്റ് ഹാളിൽ വെച്ചല്ല, ബെല്ലാരിയിൽ മത്സരിക്കാൻ പോയപ്പോഴുള്ള ഒരു ചടങ്ങിലുമല്ല, എയർപോർട്ടിൽ വെച്ചുള്ള സെൽഫി എടുക്കലല്ല. പ്രത്യേക പെർമിഷൻ വേണം. അങ്ങക്ക് അറിയാമല്ലോ, കാരശ്ശേരി മാഷിനൊക്കെ അറിയാമല്ലോ, ഓരോ ലീഡർഷിപ്പ് അവിടെ പോയി സോണിയാഗാന്ധിയിൽ നിന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടെ പറയുകയാണ്. കേരളത്തിൽ DIC ഉണ്ടാകാനുള്ള കാരണം തന്നെ സോണിയാഗാന്ധി ശ്രീ കരുണാകരൻ്റെ അനുവാദം നിഷേധിച്ചതിൻ്റെ പേരിൽ കൂടിയാണ്. അതുപോലെ ശ്രീ മുരളീധരൻ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചതിൻ്റെ പേര് കൂടിയാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടാവുന്നത്. അത്രയും പ്രശ്നമാണ് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒന്നിലധികം പ്രാവശ്യം ഈ ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചെല്ലണമെങ്കിൽ സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കച്ചവടമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ ഞങ്ങൾ ആരോപിച്ചിട്ടില്ല, ഈ സെക്കൻഡിലും ആരോപിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനടുത്ത് അവരുടെ കരം ഗ്രഹിച്ച് ഒരു ചരടെങ്കിൽ ചരട് കെട്ടിക്കൊടുക്കാൻ, അവരുടെ കയ്യിലേക്ക് ഒരു സമ്മാനപ്പൊതി വെച്ച് കൊടുക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അകമ്പടിയോടുകൂടി, ആളകമ്പടിയോടും മേളവാദ്യഘോഷത്തോടും കൂടി സോണിയാഗാന്ധിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി ശ്രീ അജിംസെ ബോധ്യപ്പെട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. ശരി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കച്ചവടക്കാരനായിട്ടുള്ള ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്തിന് സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുത്തു എന്ന് ചോദിച്ചാൽ, സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിച്ചപ്പോൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കി കാണും കോൺഗ്രസ്. അത് അവരായിരിക്കില്ല ബന്ധം ഉണ്ടാക്കിയത്. ഇതാണ് കാര്യം. ഈ കാര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യത്യാസമാണ്. ശ്രീ ബാലസുബ്രഹ്മണ്യന്റെ കാര്യത്തിലേക്ക് അദ്ദേഹം പറയുന്നത്, അങ്ങ് ആരോപിച്ചു ഒക്ടോബർ 3-നാണ് ഈ ആംബുലൻസ് കൈമാറിയത്. ഞാൻ ദിനേശിലേക്ക് വരാം. സുബ്രഹ്മണ്യൻ, ഒക്ടോബർ 3-നാണെന്ന് ആരോപിച്ചു. പക്ഷേ ഇത് കൈമാറ്റം നടന്നിട്ടുള്ളത് ഓഗസ്റ്റ് 20-നാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഞാൻ വരാം ഗോപൻ, ഞാൻ ഈ കാര്യം ഒന്ന് ചൂണ്ടിക്കാട്ടിക്കോട്ടെ. ശ്രീ സുബ്രഹ്മണ്യൻ, ഓഗസ്റ്റ് 20-നാണ് ഇത് കൈമാറിയിട്ടുള്ളത് ഈ ആംബുലൻസ്. സെപ്റ്റംബറിലാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഒക്ടോബറിലാണ് SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുന്നത്, കേസെടുക്കുന്നത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി എങ്ങനെ അറിയാണ് ഇയാൾ കള്ളനാണെന്ന്? സുബ്രഹ്മണ്യൻ, നിങ്ങൾ എങ്ങനെയാണ് ഒക്ടോബർ 3 തീയതി കണ്ടുപിടിച്ചത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒക്ടോബർ 3 മലയാളം ന്യൂസിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അകമ്പടി, ഇതാ ഞാനിവിടെ കാണിക്കാം. മലയാളം ന്യൂസ് പുറത്തുവിട്ടൊരു വാർത്തയാണിത് ഒക്ടോബർ 3. അതായത് മുഖ്യമന്ത്രിയുടെ ഇതിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് പറഞ്ഞൊരു വാർത്ത ഒക്ടോബർ 3 ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ട വാർത്തയാണ്. ഇത് കൃത്യമാണല്ലോ ഇതില്. അത് ഒക്ടോബർ 3 വാർത്ത വന്നു. ഓഗസ്റ്റിലാണ് ആ പരിപാടി നടന്നത്. പോലീസ് വാഹനത്തിന് ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് ശരി. പക്ഷേ മുഖ്യമന്ത്രി എങ്ങനെ അറിയാനാണ് അയാളാണ് സ്വർണം കട്ടതെന്ന്? അല്ല, ഇപ്പൊ തെളിഞ്ഞല്ലോ അയാളാണ് സ്വർണം കട്ടതെന്ന്. അതല്ല, ഒരു ആംബുലൻസ് കൈമാറ്റത്തിന് അയാൾ വന്നു, അയാൾ കൂടെ നിന്നു എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിയില്ലല്ലോ അയാൾ സ്വർണ്ണക്കള്ളനാണ് എന്ന്. മുഖ്യമന്ത്രി എങ്ങനെ അറിയാനാണ്? അല്ല, കടകംപള്ളി ഈ CPM നേതാക്കന്മാരെല്ലാവരുമായിട്ട് ഇവര് ബന്ധല്ലേ? കടകംപള്ളി സുരേന്ദ്രനായിട്ട് ബന്ധല്ലേ? അതിന്റെ വാർത്തകൾ പുറത്തു വന്നില്ലേ ഇപ്പോ നേരത്തെ?
ഇവര് ശബരിമലയിൽ പോയപ്പോൾ അവിടെ ഒന്നിച്ചു നിൽക്കുന്ന പടങ്ങൾ പുറത്തു വന്നിട്ടില്ലേ? ഇവര് ഈ ആളുകളൊക്കെ ഒരു വലിയ അസോസിയേറ്റ് 10 കൊല്ലം അവിടെ ഭരിച്ചതാരാണ്? കഴിഞ്ഞ 10 കൊല്ലം. ആ കഴിഞ്ഞ 10 കൊല്ലം അവിടെ ഭരിച്ചതും അവിടെ ഇടപാടുകൾ നടത്തിയതുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? അന്നൊക്കെ ഭരണസമിതി സർക്കാർ ആരുടെ കയ്യിലാണ്? ഈ കാലത്ത് ഇവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? 25 കൊല്ലം മുമ്പേ അല്ലല്ലോ, കഴിഞ്ഞ 10 കൊല്ലമായി തുടർച്ചയായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്, വകുപ്പ് ഭരിക്കുന്നത് ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇടപാടുകളൊന്നും ആ കാലത്ത് നിരീക്ഷിക്കാനോ കണ്ടെത്താനോ ഇവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ആശ്ചര്യകരല്ലേ? അങ്ങനെ നടക്കുവോ? ഏതെങ്കിലും ഒരു ഘട്ടത്തില് നടക്കുവോ? ഈ 10 കൊല്ലത്തിനകത്ത് എന്തൊക്കെ വിട്ടുവീഴ്ചകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നടത്തിക്കൊടുത്തത് എന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്നില്ലേ? ശരി ശരി, പല ഇടപാടുകളും നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ ഭരണസമിതികളല്ലേ? പി കെ ഗോപൻ, കോൺഗ്രസ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിൽ 10 കൊല്ലമായി നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ നിശ്ചയിച്ച 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്, 2 പേർക്കും പാർട്ടി ബന്ധമുണ്ട്. അങ്ങനെ അവരറിഞ്ഞാണ് ഈ സ്വർണ്ണക്കള്ള എന്നാണ് പോലീസ് കേസ്. പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോലീസ് എന്ന് പറയാൻ പറ്റില്ല, ഹൈക്കോടതി നിശ്ചയിച്ച പോലീസ് എടുത്ത കേസ് അവർ അറിഞ്ഞാണ് ഈ കൊള്ള എന്നാണ് കേസ്. അങ്ങനെ നിങ്ങളുടെ ജില്ലാ നേതാവായ ഒരാൾ, നിങ്ങളുടെ സഹയാത്രികനായ ഒരാൾ എല്ലാം അറിഞ്ഞു നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയുടെ കൂട്ടുപ്രതി മുഖ്യമന്ത്രിയോടൊപ്പം വരുന്നത് എങ്ങനെയാണ്? അയാൾ എവിടെയും ഉണ്ട്, അവിടെ എല്ലായിടത്തും സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ട്, ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനൊപ്പം അദ്ദേഹത്തെ കാണുന്നു, മുഖ്യമന്ത്രിയോടൊപ്പം കാണുന്നു. അപ്പോൾ നിങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഇയാൾ കള്ളനാണെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ല, കടകംപള്ളിക്ക് മനസ്സിലായില്ല, കൂടെ നടക്കുന്ന പത്മകുമാർ ഇത് ചെയ്തു എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ അയാൾ ചെയ്തോ ഇല്ലയോ എന്ന് പോലും ഇപ്പോഴും തീർച്ചയില്ല, അയാൾക്ക് ഒരു നടപടിയുമില്ല. പിന്നെ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ സർക്കാരിനെ ഇക്കാര്യത്തിൽ വിമർശിക്കുകയല്ലാതെ കോൺഗ്രസ് പിന്നെ എന്ത് ചെയ്യണം? ശ്രീ ഗോപൻ. കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നുള്ളത് ആദ്യം കോൺഗ്രസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് ബന്ധമെന്നുള്ളത് കോൺഗ്രസിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടപ്പെട്ടപ്പോഴാണ് കോൺഗ്രസ് ഈ വ്യാജ പ്രചരണങ്ങളുമായിട്ട് കൂടുതൽ ഇറങ്ങിയത്. അതായത് പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ബാന്ധവം ശക്തിപ്പെട്ടത് എന്നുള്ളത് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ശബരിമല സ്ത്രീ പ്രശ്നത്തിന് നടക്കുന്ന സമരകാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ആ സമരം കോൺഗ്രസിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ. കോൺഗ്രസ് ആദ്യം ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്ത ആളുകളല്ല, BJP എതിർത്തില്ല, കോൺഗ്രസ് എതിർത്തില്ല. സുപ്രീം കോടതി വിധി വന്നപ്പോൾ അവർ സ്വാഗതം ചെയ്യുകയായത്. രാഹുൽ ഗാന്ധി വരെ സ്വാഗതം ചെയ്തു. അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണനാണ് പന്തളം കൊട്ടാരക്കാരെ കൂടെ ബന്ധപ്പെടുത്തി അവിടെ ഈ സമരം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആരൊക്കെ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ടോ അവരോടെല്ലാം ഓരം ചേരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ബാന്ധവം ഉണ്ടാക്കി കൊടുത്തു. കാരണം ശബരിമല സമരത്തിന്റെ സ്പോൺസർഷിപ്പ് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫണ്ടാണെന്ന് വെളിവായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പ്രയാർ ഗോപാലകൃഷ്ണ. അതിനുശേഷമാണ് ഇവരെല്ലാം പ്രസിഡന്റുമാരായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ തുടരുന്ന ആളെന്ന തരത്തിൽ ചില പോലീസ് സ്റ്റേഷനിൽ ചില ആളുകൾ ചായ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുമല്ലോ, വർഷങ്ങളായിട്ട് ചില പ്രത്യേക രേഖകളില്ലാത്ത ആളുകളുണ്ട് പോലീസ് സ്റ്റേഷനിൽ, പോസ്റ്റില്ലാത്ത ആളുകളുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കും. അപ്പൊ ഏത് ഭരണാധികാരി ചെന്നാലും അവരവിടുത്തെ ആളുകളായിട്ട്. പ്രയാറിന്റെ കാലത്ത് ശബരിമലയിൽ സ്വർണ്ണമുണ്ട്, പത്മകുമാറിന്റെ കാലത്ത് സ്വർണ്ണമുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വർണ്ണം പറഞ്ഞ അങ്ങനെ അല്ല, പത്മകുമാർ സ്വർണ്ണം കക്കാൻ സമ്മതിച്ചു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കിട്ടിയ ഓരോ അത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് പോറ്റി അവിടെ ഉണ്ടെങ്കിൽ അന്ന് അവിടെ സ്വർണ്ണമില്ലേ ശ്രീ? അല്ല, 2019 അവിടെ നടക്കാൻ പോകുന്ന പ്രശ്നം 2019 അല്ല. പക്ഷേ അജിംസെ 2019 മാത്രമായിട്ട് സിക്കോൺ ചെയ്യണ്ട. നിങ്ങൾ അതിനു മുമ്പേ 2019 അല്ലേ? നമുക്ക് പറയാവുന്ന കാര്യം പോയത് സ്വർണ്ണമാണ്. വരും. അല്ല ഗോപൻ, പോയത് സ്വർണ്ണമാണ്. അത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണം പോയും തീർച്ചയായിട്ടും 2019 പോയത്. അന്ന് നിങ്ങളാണ് ഭരിക്കുന്നത്. പ്രയാറിന്റെ കാലത്തും സ്വർണ്ണമുണ്ട്, പക്ഷെ അന്ന് സ്വർണ്ണം പോയിട്ടില്ല. നിങ്ങൾ ഭരിക്കുമ്പോൾ സ്വർണ്ണം പോയി. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്തായിരുന്നുണ്ട് പറയുന്നത്? 2019 സ്വർണ്ണപ്പോക്ക് മാത്രമല്ലെന്ന് അവിടുത്തെ കഥകൾ കുറച്ചുകൂടി വ്യക്തമാകാൻ പോകുന്നുള്ളൂ. 2019 സ്വർണം പോകുമ്പോൾ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ 2019 സ്വർണം പോകുമ്പോൾ ആ സ്വർണം അവിടുന്ന് ശ്രീകോവിലിനകത്ത് നിന്ന് സ്വർണം പുറത്തേക്ക് പോകണമെങ്കിലോ, ഏതെങ്കിലും കാര്യം ശ്രീകോവിലിനകത്തേക്ക് ചെല്ലണമെങ്കിലോ ആരാ അതിന് ഉത്തരവാദി? അതിൻ്റെ ഉത്തരവാദിയാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്വേഷണം എങ്ങോട്ട് പോകണം? ഇനി തന്ത്രിയിലേക്ക് പോകണം. നമ്മൾ അന്വേഷണത്തിൻ്റെ ഏജൻസികളെ സ്വാധീനിക്കാനും വർത്താനം പറയാനും ശ്രമിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് പോവുകയും പുറത്തുനിന്ന് അകത്തേക്ക് വരികയും ചെയ്യുന്നു.
വാജീവാഹനം എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾ പ്രയാറിനെ പറ്റി പറഞ്ഞു. പ്രയാറിന്റെ കാലത്ത് എന്തോ കളവാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പോറ്റി അകത്ത് കയറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ. പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വർണ്ണം കക്കാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പേ ഉണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വർണ്ണം കക്കാൻ പ്രയാർ സമ്മതിച്ചില്ല. ഗോപാലകൃഷ്ണന്റെ കാലത്തുണ്ട്, അതിന് മുമ്പും ഉണ്ട്. അല്ല, അതിന് മുമ്പുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കാത്ത എന്താണ്? വേറെ എഫ്ഐആർ ഇടണം. എന്ന് നിങ്ങൾ വേറെ തന്നെ കേസ് ഇടണം. അജിംസേ, നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലാതെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. നിങ്ങളുടെ കയ്യിലാണ് ഭരണം. ഞാൻ പറയുന്നില്ല 2019 പോറ്റിക്ക് ശേഷം പോലും കളവ് നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് കേസെടുക്കേണ്ടത്, നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണ്ണം പോയാൽ നിങ്ങളാണ് കേസെടുക്കേണ്ടത്. എടുക്കണം. ഹേ, അല്ല, എന്ത് നിങ്ങൾ ഇരുന്നുകൊണ്ട് ചാനലിൽ ഇരുന്നുകൊണ്ടൊക്കെ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്താൽ പോരെ? ഞാൻ വെല്ലുവിളിക്കും. നിങ്ങൾ എന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എന്തിനാണ് വെളുപ്പിക്കേണ്ടത്? സർക്കാരിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാം ശ്രീ പി കെ ഗോപൻ. ഞാൻ ചോദിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും കാലത്ത്, പ്രയാറിന്റെ കാലത്തോ ഇനി വി എസ് അച്യുതാനന്ദന്റെ കാലത്തോ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ അന്വേഷിക്കണം, കേസെടുക്കണം. ഒരു സർക്കാരിന്റെ പൊസിഷനിൽ ഇരുന്ന് ഒരു നിമിഷം, ഒരു ഭരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് അന്ന് അത് നടന്നിട്ട് പറയല്ലേ വേണ്ടത്, അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്. ഈ സ്വർണം കൊള്ളയടിക്കുന്ന ഇവര് വെച്ച പത്മകുമാറും വാസുവാണ് ചുരണ്ടി കളഞ്ഞത് രജിസ്റ്ററിൽ. സ്വർണ്ണപ്പാളികളല്ല, ചെമ്പുപാളികളാണ്. ഈ കൊള്ള സംഘം പറഞ്ഞല്ലോ, അദ്ദേഹം കുറെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് പോയത്. അതിനു മുൻപും ആരാ അന്വേഷിക്കുന്നത്? SIT ആണ്. ആ SITക്ക് അന്വേഷിക്കാനുള്ള സ്വതന്ത്രമായിട്ടുള്ള അനുമതി സർക്കാർ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുക. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ? പ്രയാർ ഗോപാലകൃഷ്ണന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അത് പിരിച്ചുവിട്ടാണ് പിണറായി വിജയൻ ഇവരെ നിയോഗിച്ചത്. ഈ സ്വർണ്ണ കൊള്ളക്ക് വേണ്ടി, ഇവർക്ക് സ്വർണം കൊള്ളയടിക്കാൻ, ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടി നിയോഗിച്ചതാ ഇവരെ. പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അംഗീകരിക്കപ്പെടാത്ത പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഈ പത്മകുമാറിനെയും വാസുവിനും ചാർത്തിയാൽ മതി. ശരി ശരി, അത് പത്മകുമാറിനും വാസുവിനും ചാർത്തിയാൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇതൊരു ആരോപണ പ്രത്യാരോപണം. പോറ്റി ഞങ്ങളുടേതല്ല, നിങ്ങളുടേതാണ്, നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാണെന്നുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഇവിടെ ഗോപൻ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഇതിന് മുമ്പും കൊള്ളകൾ നടന്നിരുന്നത് സത്യമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, വെറുതെ ആരോപണങ്ങളായിട്ട് പുകയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സമഗ്ര അന്വേഷണം ശബരിമല കേന്ദ്രീകരിച്ച് വേണമെന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിപ്പോ കോടതി ഇടപെടുന്നു, അതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഉണ്ടായില്ലേ? ആരുടെ കാലത്ത്, ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അങ്ങനെ നടന്നു എങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിയും വേഗം അന്വേഷണം ഉത്തരവിട്ട് അന്വേഷണം നടത്തിയത് പുറത്തു കൊണ്ടുവരണം. നമുക്കറിയണം, ജനങ്ങൾക്കറിയണം. ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശമാണ് ദ റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശം. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്താണ് ബന്ധം? സംസ്ഥാന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്താണ് ബന്ധം? ഇതുപോലെ ഈ കൊള്ള എവിടെ നടന്നാലും, പ്രത്യേകിച്ച് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണല്ലോ കാണാതെ പോകുന്നത്. അപ്പോൾ അത് എന്ന് തുടങ്ങി എന്ന് ജനങ്ങളോട് പറയാൻ ഇവിടുത്തെ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. ആ പോലീസിനെ നിയോഗിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ചുമതല നോക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ പറയട്ടെ. നമ്മൾ ഈ ഊഹം പറയുകയും ഇത് കേവലം രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ പ്രശ്നം. അതിനപ്പുറം സമഗ്രമായ ഒരു അന്വേഷണം ശബരിമലയിൽ നടന്നിട്ടുള്ള മുഴുവൻ കാലത്തെയും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് 2019 മാത്രമല്ല അതിന് മുമ്പും UDF-ഉം LDF-ഉം ഭരിക്കുമ്പോഴൊക്കെ ഉണ്ടായ കൊള്ളയെക്കുറിച്ച് അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണം. പോറ്റിയാണോ, പോറ്റിമാർ എത്ര പേർ അവിടെ കയറിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് അന്വേഷണം വേണം. വളരെ നന്ദി ശ്രീ N. സുബ്രഹ്മണ്യൻ, ശ്രീ MN കാരശ്ശേരി, ദിനേശ് പെരുമണ്ണ, PK ഗോപൻ.